എല്ലാവർക്കും നമസ്തേ. അങ്ങനെ പിണറായി വിജയൻ്റെ കൽപ്പനകൾ ശിരസാ വഹിച്ച് ശബരിമലയെ തകർക്കാനിറങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടി അറസ്റ്റിലായിരിക്കുന്നു. മറ്റാരുമല്ല, CPM-ൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLA-യും ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറാണ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായത്, അറസ്റ്റ് ചെയ്യപ്പെട്ടത്. നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ശബരിമലയിൽ സ്വർണ്ണ പാളി മോഷണത്തിൻ്റെ വിവാദം തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ദൈവത്തെ പോലുള്ളവർ പറഞ്ഞത് ഞാൻ അനുസരിച്ചതാണ്, അതനുസരിക്കാതെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം അയാൾ പത്രക്കാരോട് ചോദിച്ചിരുന്നു. അയാൾ പറഞ്ഞിരുന്നു അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ് എന്നൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആ വിദ്വാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായിരിക്കുന്നത്, അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആചാരലംഘന സമയത്ത്, ആചാരം ലംഘിക്കാൻ ശ്രമിച്ച സമയത്ത്, ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സമയത്ത് പിണറായിയുടെ നിർദ്ദേശമനുസരിച്ച് ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നപ്പോൾ അതിന് എല്ലാ രീതിയിലും കൊട പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു A. പത്മകുമാർ. അന്ന് അയാളോടൊപ്പം അവിടെ സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണറായിരുന്ന, സ്പെഷ്യൽ കമ്മീഷണറല്ല ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു നേരത്തെ പിടിയിലായി. അയാൾ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. അത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അത് ശിരസാ വഹിക്കുന്ന, ഒരു അക്ഷരം പോലും തെറ്റാതെ പാലിക്കുന്ന ഒരു തികഞ്ഞ മാർക്സിസ്റ്റുകാരനാണ് ഈ N. വാസു. അയാൾ പത്മകുമാറിന് മുമ്പ് പിടിയിലായി. അയാൾ കൊടുത്ത മൊഴി പ്രകാരമാണ്, അയാളുടെയും ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ അനുസരിച്ചാണ് പത്മകുമാറും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവങ്ങളായി കരുതുന്നവർ പറഞ്ഞത് അയാൾ അനുസരിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് അയാൾ ഒരു ചോദ്യം ചോദിച്ചത് വളരെ പ്രസക്തമാണ്. നമുക്കെല്ലാം അറിയാം, നമ്മൾ മനുഷ്യർ ദൈവമേ എന്ന് വിളിക്കുന്നത് എൻ്റെ കൃഷ്ണ, അല്ലെങ്കിൽ എൻ്റെ അയ്യപ്പ, എൻ്റെ ദേവി, എൻ്റെ ശ്രീ പരമേശ്വര എന്നൊക്കെ നമ്മൾ വിളിക്കും. അല്ലെ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവെ, അല്ലെ എൻ്റെ യേശുവെ എന്ന് വിളിക്കും. മുസ്ലിങ്ങളാണ് എൻ്റെ അള്ളാ എന്നൊക്കെ വിളിക്കും. ഹിന്ദു മതത്തിൽ ജനിച്ച, ഹിന്ദു മാതാപിതാക്കൾക്ക് ജനിച്ച കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയല്ല. ക്രിസ്ത്യാനികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ എൻ്റെ കർത്താവെന്നോ എൻ്റെ യേശുവെന്നോ വിളിക്കും. മുസ്ലിമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ എൻ്റെ അള്ളാ എന്ന് വിളിക്കുമ്പോൾ, ഹിന്ദു മാതാപിതാക്കൾക്ക് ജനിച്ച കമ്മ്യൂണിസ്റ്റുകൾ അവർ എൻ്റെ കൃഷ്ണാന്നോ എൻ്റെ അയ്യപ്പാന്നോ വിളിക്കുന്നതിന് പകരം എൻ്റെ മാർക്സെ, എൻ്റെ ഏംഗൽസെ, എൻ്റെ ലെനിനെ, എൻ്റെ EMS എന്നൊക്കെയായിരുന്നു നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവരെ എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ പിണറായി എന്നാണ് അവരുടെ ദൈവത്തിനെ അവർ വിളിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ പത്മകുമാർ പറഞ്ഞ ദൈവം ആരാണ്? അതാണ് ഇപ്പോഴത്തെ പ്രസക്തമായ ചോദ്യം. ഇന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക്, അതായത് CPM ആയാലും CPI ആയാലും അവരുടെ ദൈവം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ വിശ്വാസികൾ പത്മകുമാറിൻ്റെ വാക്കുകളെ ഓർക്കുമ്പോൾ നമ്മൾ സംശയിച്ചു പോകുന്നത്, അവരുടെ ദൈവമായ പിണറായിയെ തന്നെയല്ലേ നമ്മൾ സംശയിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ അതിന് കാരണമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രി ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെയും പിന്നീട് പിണറായി വിജയനോടൊപ്പം നിരവധി തവണ പല സന്ദർഭങ്ങളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്, വീഡിയോകൾ കണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ജയകുമാർ പറയുന്ന ദൈവം ആരാണ്?
ഈ ദൈവമാണ് ഇതിന്റെ പിന്നിൽ എന്നുണ്ടെങ്കിൽ ഈ കേസ് നന്നായി അന്വേഷിക്കപ്പെടുമെന്നോ കുറ്റവാളികൾ മൊത്തം പിടിക്കപ്പെടുമെന്നോ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. കാരണം കോടതി നിർദ്ദേശം അനുസരിച്ച് ഒരു അന്വേഷക സംഘത്തെ രൂപീകരിച്ചു, നിയോഗിച്ചു. പക്ഷെ നിയന്ത്രിക്കുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിച്ചവരാണ് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ദോഷം വരുന്ന, അല്ലെ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നവർക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അന്വേഷണം ഇവിടെയൊക്കെ കൊണ്ട് അവസാനിക്കാനാണ്, ഇവരിലൊക്കെ കൊണ്ട് അവസാനിക്കാനാണ് സാധ്യത. പിന്നെ കൂടി വന്നാൽ ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പത്മകുമാർ ഉദ്ദേശിച്ച ആ ദൈവത്തിന്റെ സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇവരെല്ലാം കൂടെ ചേർന്ന് വേണേൽ തന്ത്രിയെ പിടിച്ചങ്ങ് പ്രതിഷ്ഠിക്കും. കാരണം തന്ത്രിയും ശബരിമലയിലെ ഒരു അധികാരിയാണല്ലോ. അപ്പം ഞാൻ ദൈവത്തെ പോലെ കരുതുന്നത് ഈ തന്ത്രിയെ ആണ് എന്ന് ജയകുമാർ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. അപ്പോൾ ദൈവത്തിനെയും കിട്ടി. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൈവത്തിനെയാണ് അദ്ദേഹം പറയുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം അധികാരം ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൈവത്വമാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അധികം നാൾ പത്മകുമാർ ജീവനോടെ കാണുകയില്ല. എല്ലാ മനുഷ്യർക്കും ജീവനിൽ ഭയം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് ഈ ദൈവസ്ഥാനത്ത് നിന്ന് ഈ ഇവരുടെ പത്മകുമാർ ഉദ്ദേശിച്ച ആ യഥാർത്ഥ ദൈവത്തിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ദൈവത്തിനെ വല്ല തന്ത്രിയോ അതുപോലെ അന്നത്തെ മേൽശാന്തിയോ ഇതുപോലുള്ള ആരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരെ ഈ പ്രതിസ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് യഥാർത്ഥ ദൈവം പിന്നിലേക്ക് മാറി നിന്ന് ചിരിക്കും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ പോക്ക് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ സംശയിച്ചേ തീരും. കാരണം ഇത്രയും നാള് ഈ ജയകുമാറിനെയോ വാസുവിനെയോ ഒന്ന് തൊടാൻ പോലും തയ്യാറാകാതെ അന്വേഷണ സംഘം ഇത്രയും നാള് മാറി നിന്നത് എന്തുകൊണ്ട്? അവർക്ക് കുറെ നാൾ കൂടി ഇങ്ങനെ അവരെ സ്വതന്ത്രരായി വിട്ടത് പരമാവധി തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ ആയിരുന്നു എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും അഞ്ചോ ആറോ സ്ഥാനത്തുള്ള പ്രതികളും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും ഈ മൂന്നാം പ്രതിയും ഈ മുഖ്യകക്ഷി ഈ പത്മകുമാറിനെ ഒന്നും തൊടാൻ പോലും തയ്യാറാകാതെ എന്തുകൊണ്ട് മാറ്റി നിർത്തിയിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ യഥാർത്ഥ പ്രതി ഇതിൻ്റെ മുഖ്യ കണ്ണി രക്ഷപ്പെടാനാണ് സാധ്യത. അവരുടെ ഉദ്ദേശിച്ച ദൈവം രക്ഷപ്പെടും. വേറെ ഏതെങ്കിലും ദൈവങ്ങളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അവരിലേക്ക് അന്വേഷണം കൊണ്ട് അവസാനിപ്പിക്കാനാണ് സാധ്യത ഏറെയും എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടതികൾ പല ഉത്തരവും ഇടും. കോടതി പറയും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഉത്തരവ് ഇടാനേ കഴിയുകയുള്ളൂ. അവരാരും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇന്ന ആളിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഈ അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചപ്പോൾ തന്നെ മുൻ DGP TP സെൻകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകാം ഏത് രീതിയിലായിരിക്കാം ഈ സംഭവങ്ങൾ പുരോഗമിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ആകട്ടെ, ഇതിനകത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചവർ ആരായാലും ആ കൽപ്പന തെറ്റായിട്ടുള്ള കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ച് ഇവന്മാരെല്ലാം ഇപ്പോൾ അകത്തായതിൽ നമുക്ക് കുറച്ച് സന്തോഷിക്കാം. തന്നെയല്ല, ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ വില്ലൻ ആരാണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടു അന്ന് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ഈ വിദ്വാൻമാരെല്ലാം അകത്തായതുപോലെ തന്നെ അകത്തായില്ലെങ്കിൽ കൂടി ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും ഈ യഥാർത്ഥ ഇതിൻ്റെ പിന്നിൽ കളിച്ച വില്ലൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നുള്ള
ആ ഒരു ദൃഢമായ വിശ്വാസവും ആണ് എല്ലാ ഭക്തന്മാർക്കും ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾക്ക് ആശ്വസിക്കാം. ഇത് ഹിന്ദു സമൂഹത്തിനൊരു പാഠമാകണം. നമ്മളുടെ മുന്നിൽ ഈ മാനവികതയുടെയൊക്കെ കപടമുഖം അണിഞ്ഞു വരുന്ന ഈ മാർക്സിസ്റ്റ് ചെന്നായ്ക്കളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം അവർ നമ്മളുടെ വോട്ട് വാങ്ങി അധികാര സ്ഥാനങ്ങൾ എത്തിയിട്ട് ചെയ്യുന്നതെല്ലാം നമ്മുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുക, ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുക, ഹിന്ദുക്കളുടെ ആചാരങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക. അങ്ങനെ ഹിന്ദു സമൂഹത്തെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന്, അല്ലെ ഇപ്പം ഇവരെ കൊണ്ട് ഭാരതത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഭാരതത്തിൻ്റെ മണ്ണിൽ അതുകൊണ്ട് ഹിന്ദു സമൂഹം തഴച്ചു വളരുക തന്നെ ചെയ്യും. കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഹിന്ദു സമൂഹത്തെ എത്രമാത്രം ദ്രോഹിക്കാമോ അത്രമാത്രം ദ്രോഹിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയായിരിക്കും അവർ ചെയ്യുക. അതിന് ഒരു നല്ലൊരു ദൃഷ്ടാന്തം തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരു പത്മരാജൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ പാലത്തായിൽ നിരപരാധിയായ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഈ SDPI തീവ്രവാദികളോടൊപ്പം ചേർന്ന് ഒരു വ്യാജ കേസിൽ കുടുക്കി അദ്ദേഹത്തിന് മരണം വരെ എങ്ങാണ്ട് തടവ്, പോക്സോ കേസിൽ വ്യാജ കേസിൽ കുടുക്കി. ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് താഴെയുള്ള ഒരു ഈ തികച്ചും അന്തംകമ്മിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കോടതിയിൽ കൊണ്ട് എത്തിക്കുകയും ഒരു ആ വിധി പറഞ്ഞ ആ ജഡ്ജിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒറ്റ ദിവസം കൊണ്ട് ഈ വിചാരണ നടത്തി വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കാൻ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഇവർ വിനിയോഗിക്കും എന്നുള്ളത് കൊണ്ട് ഈ മനുഷ്യത്വത്തിൻ്റെ മുഖം മൂടിയിട്ട് വരുന്ന കമ്മ്യൂണിസ്റ്റ് ചെന്നായ്ക്കളെ, പ്രത്യേകിച്ച് CPM ചെന്നായ്ക്കളെ നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.